ഇതൊരു കഥയാണ്. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട ഒരു കഥ തന്നെയാണ്. ഈ കഥയിലൂടെ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരാൾ കള്ളവാറ്റ് ഉണ്ടാക്കുന്നു, അത് വിൽപ്പന നടത്തുന്നു. അത് കുറേ പേർ വന്നിട്ട് വാങ്ങി കുടിക്കുന്നു. അത് വിൽപ്പന നടത്തിയവർക്ക് കുറ്റവും ഉണ്ടാക്കിയവർക്ക് കുറ്റമില്ലാതെ ഇരിക്കുന്നതുമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള കാര്യങ്ങളാണ് ഹൈറിച്ചിൻ്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ആരും തന്നെ ഇപ്പോഴും ഇവർ കമ്പനിയെ കുറ്റം പറയുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട്? കമ്പനിയെ കുറ്റം പറയുന്നവരെ, കമ്പനി തെറ്റ് ചെയ്തു എന്നറിയുന്നവരൊക്കെ FIR ഇടാൻ തയ്യാറാകുന്നുണ്ട്. അതിന് അവരൊന്നും നമ്മുടെ വീഡിയോ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പറയുന്നതോ ഒന്നും അവർക്ക് ബാധകമല്ല. ഇവർ കമ്പനി വാട്സാപ്പിൽ പെട്ടു, ഫ്രീസ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ തന്നെ വലിയ വലിയ നിക്ഷേപകർ ഒക്കെ FIR ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോഴും ഹൈറിച്ചിനെയോ പ്രതാപനെയോ ശ്രീനെയോ ഇവർ തെറ്റുകാരായി കാണുന്നില്ല. തെറ്റുകാരായി കാണുന്നത് ഫിജീഷിനെ പോലെയുള്ളവർ, ജിനിലിനെ പോലെയുള്ളവർ, ദീപേഷ് തിരൂരിനെ പോലെയുള്ളവർ, ഷബീർ ഷായെ പോലെയുള്ളവരാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ലീഡർമാർ മാത്രം എങ്ങനെയാണ് തെറ്റുകാരാവുക? ഇന്ന് ഇവരുടെ ഗ്രൂപ്പുകളിൽ വലിയ വലിയ ചർച്ചകളും നടന്നിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർ പറയുന്നു ലീഡർമാരെ തെറ്റുകാരായി കാണാൻ പറ്റില്ല എന്ന്. അതേസമയം ചില ആൾക്കാർ പറയുന്ന ലീഡർമാർ മാത്രമാണ് തെറ്റുകാർ, അവരുടെ വീടുകളിലേക്ക് നമ്മൾ സമരം ചെയ്യാൻ ഒരുങ്ങുകയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ സമരം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം പന്തൽ കെട്ടേണ്ടത് ശ്രീനെ താമസിക്കുന്ന വീടിൻ്റെ മുന്നിലാണ്. എങ്കിൽ മാത്രമേ അതിലെ നിങ്ങൾക്ക് ഒരു ശരി കാണത്തുള്ളൂ. അല്ലാതെ ഈ പാവപ്പെട്ട ലീഡർമാരുടെ വീടുകളിൽ പോയി കുടിൽ കെട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബൈ.